ഞാൻ കുറേ ദിവസമായിട്ടോ നിന്നെ ശ്രദ്ധിക്കുന്നത്. നിനക്കെന്തോ പ്രശ്നമുണ്ടല്ലോ? എല്ലാരും ചോദിക്കുന്നു അഞ്ചു എന്താ പുറത്തിറങ്ങാത്ത, അഞ്ചു എന്താ പുറത്തിറങ്ങാത്ത. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മോക്ക്? പിന്നെ എന്താ കിടക്കുന്നത്? വാ, എന്നീ പറയാനുണ്ടോ? ആ നമുക്കൊന്ന് സംസാരിക്കാം കുറച്ചു നേരം. വാ, പിന്നെ ഉള്ളിൽ ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കണ്ടല്ലോ. വാ, പുറത്ത് പോയിരിക്കാം. നീ വാ, അമ്മ കൊലായി വെയിറ്റ് ചെയ്യാം. നീ വേ വാട്ടോ. എന്താ? വാ, അമ്മയില്ലേ കൂടെ. വാ, നമുക്ക് സംസാരിക്കാം. വാ. പരീക്ഷയുടെ പേടിയാണോ? പരീക്ഷ കഴിഞ്ഞതിന്റെ അല്ലേ? എന്നാലും വാ, നമുക്ക് സംസാരിക്കാം. നമ്മുടെ കാത്ത് കേട്ടോ, വേഗം വാട്ടോ. അമ്മ, നീ എത്തിയോ? ഞാൻ എന്നെ വിളിക്കാൻ വരാൻ നിൽക്കുന്നു. നിന്റെ ഇത്രയും നേരം പുറത്തേക്കൊക്കെ ഇറങ്ങാനും ആ റൂമിൽ ഇങ്ങോട്ട് വരാനാണോ ഇത്രയും ടൈം? എന്താ എന്താ നിന്റെ പ്രശ്നം? നിനക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ അമ്മയോട് പറ. നീ ആദ്യം അവിടെ ഇരിക്കും. എന്താ എന്താ നിന്റെ പ്രശ്നം? എന്താ കുറേ ദിവസമായിട്ടോ അമ്മ ശ്രദ്ധിക്കുന്നത്? എന്തെങ്കിലും പറ. എക്സാമിൻ്റെ പേടിയാണോ? ഇത് കഴിഞ്ഞില്ലേ, ഏതെങ്കിലും വിട്ടേക്ക്. പപ്പ ചീത്തയൊന്നും പറയില്ലല്ലോ. പിന്നെന്താ? നീ അങ്ങനെ പേടിക്കാറില്ലല്ലോ. മോള് പഠിക്കുന്ന കുട്ടിയല്ലേ. എന്താ പ്രശ്നം? എന്താ അമ്മയോട് പറ. പറ, അമ്മയില്ലേ. ആ നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം കാണാവാ. സംസാരിക്കേ, അമ്മയോടല്ലേ. പറ. നീ എന്തിനാ കരയുന്നേ? എന്താ എന്താ എന്ത് പ്രശ്നം? എന്താ എന്താ പറയുന്നത്? കരയുന്നേ? ഞാൻ ഗ്രൗണ്ടിൽ വീണമ്മ. അത് ചെക്കന്മാരെല്ലാരും കൂടെ ചേർന്ന് വീഡിയോ എടുത്തു. അതിൽ എൻ്റെ പാൻറ്റീസ് കാണുന്നുണ്ട്. ഇപ്പൊ രാഹുൽ ആ വീഡിയോ കാണിച്ചിട്ട് എന്നെ ഇങ്ങനെ പേടിപ്പിച്ചു. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ലല്ലോ അമ്മ. എനിക്ക് ആകെ പേടിയായിട്ടാ ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങാത്ത. അവൻ എന്നോട് നാളെ ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ എന്നോട് വരാൻ പറഞ്ഞിരിക്കുക. വന്നില്ലെങ്കിൽ ഈ ഫോട്ടോ ഒക്കെ ഗ്രൂപ്പിലിടുന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പേടിയാവുന്നമ്മ. എന്ത് ചെയ്യണ്ട അറിയൂല. പ്രശ്നമല്ല അമ്മ, ഞാൻ അറിയില്ല. ഇത്ര പ്രശ്നമാക്കി എടുക്കണോ ഇതൊക്കെ? അമ്മ ഒരു കാര്യം പറഞ്ഞേ. മോളെ ഇപ്പോൾ എത്രയിലാണ് പഠിക്കുന്നത്? +1 ഒക്കെ എത്തിയില്ലേ? ഇനി അറിയില്ല, മോൾ പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ട് എന്തായാലും കല്യാണം കഴിച്ചു വിടുള്ളൂ. കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുള്ളൂ. ഇനി അഥവാ കല്യാണം കഴിച്ചെന്നിരിക്കട്ടെ, കല്യാണം തന്നെ വേണ്ട. നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു, നമ്മുടെ തൊടേൻ്റെ ഇവിടെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ മരുന്ന് വെക്കേണ്ടി വന്നാലും ചിലപ്പോൾ അത് ജെൻസ് ആയിരിക്കും ഡോക്ടർമാർ. അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടി വരില്ലേ? നമ്മൾ ഇപ്പോൾ ബ്രസ്റ്റിന് ഒരുപാട് ഇഷ്യൂസ് ഒരുപാട് പേര് വരുന്നുണ്ട്. നമുക്ക് വരുന്നതല്ല അമ്മ പറയുന്നത്. അപ്പോൾ ആ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണിച്ചു കൊടുക്കണ്ടേ? ഇപ്പം അമ്മ തന്നെ പ്രസവിച്ചതെന്ന് ആലോചിച്ചൊക്കെ. മോളെ അനിയനെയൊക്കെ പ്രസവിച്ചത് എങ്ങനെയാണ്? അപ്പം പ്രസവിച്ചത് മെഡിക്കൽ കോളേജിലാണ്. അവിടെ നമ്മളെ നോക്കുക ഒരുപാട് ഡോക്ടേഴ്സ്. നമ്മുടെ ശരീരഭാഗങ്ങൾ അവർ കാണുന്നില്ലേ? പിന്നെ ഒരു കല്യാണം കഴിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് മോൾ ബയോളജി ഒക്കെ പഠിച്ചതല്ലേ. സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് മോൾ ഭയങ്കര അവെയറും അല്ലേ. പിന്നെ എന്താ ഈ ഒരു കാര്യത്തിന് പേടിച്ചാൽ എങ്ങനെയാ? നമ്മളിത് എന്തായാലും ഓവർകം ചെയ്യണ്ടേ? അല്ലാതെ ഇങ്ങനെ പേടിച്ചിരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കടന്നു ചെയ്യാനായിരുന്നോ മോൾ ഉദ്ദേശം? അമ്മയല്ലേ, അമ്മേനോട് എന്തും പറഞ്ഞൂടെ? നമുക്ക് ആദ്യം അവൻ്റെ പാരൻസിനോട് സംസാരിക്കാം. എന്നിട്ട് വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. ആദ്യം നമുക്ക് സംസാരിച്ച് നോക്കാം. എന്നിട്ട് തീർക്കാവുന്ന പ്രശ്നം ഇതൊക്കെ ഉള്ളൂ. ഇതിനാണോ മോളിങ്ങനെ കിടന്നത്? ഇനി ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണം. പപ്പ വരട്ടെ. പപ്പ വന്നിട്ട് അമ്മ പപ്പേനോട് സംസാരിക്കാം. എന്നിട്ട് ഇന്ന് തന്നെ പോവാം. പപ്പ വന്നാൽ അപ്പം തന്നെ പോവാം. പപ്പ ഇന്ന് നേരത്തെ പോരല്ലോ വർക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ സംസാരിക്കാം കേട്ടോ. ഇതിനാണോ നീ ഇത്ര ടെൻഷനായി? നീ അച്ഛൻ്റെ വീട്ടിലൊന്ന് പോയി. അച്ഛൻ കുറേ ആയി ചോദിക്കുന്നത് എന്താ ആൻറ്റി അവൾ പുറത്തേക്ക് വരാത്തത്. നീ ഒന്ന് പോയേക്കേ. ഇത് വിട്ടാൽ ഇത് അമ്മ മാനേജ് ചെയ്തോളാം കേട്ടോ. ടെൻഷൻ അടിക്കണ്ട. അമ്മയില്ലേ?